സുഹൃത്തുക്കളെ, ഇപ്പോൾ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്ന് വാർത്തകൾ കേൾക്കുമ്പോൾ എന്താ പറയുക, കേരളത്തിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ തന്നെ ഈ ലഹരിക്ക് അടിമയായിരിക്കുകയാണ്. എനിക്ക് ലഹരി ഉപയോഗിക്കുന്ന ഈ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ലഹരി എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യമില്ലാത്തത് കൊണ്ടാണ് നിങ്ങളിത് ഉപയോഗിച്ച് തുടങ്ങി പിന്നെ അതിലേക്ക് അഡിക്റ്റായി വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ്, നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ ബേസ്. ഇതൊന്ന് മുകളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ് നല്ലോണം ഫീൽ ചെയ്യുന്നത്. ഇതൊന്ന് ചോട്ടിലേക്ക് വരുമ്പോഴാണ് നമുക്ക് പെയിൻ, അത് വേദന ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ലഹരി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആക്ച്വലി എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവിടുന്ന് ലഹരി ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഹാപ്പിനെസ് ഇങ്ങനെ റൈസ് ആവും. ഹാപ്പിനെസ്സിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് പോയി തിരിച്ച് ഈ സെയിം ബേസിലേക്ക് എത്തുന്നത് ചിലപ്പോൾ ഒരു 3 മണിക്കൂർ കൊണ്ടൊക്കെ ആവും. ഈ 3 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഈ പെയിനിലേക്കാണ് പോകുന്നത്. ഈ പെയിനിലാണ് നിങ്ങൾ കുറേ സമയം ചിലവഴിക്കുന്നത്. ഒരു 3 മണിക്കൂർ നിങ്ങൾ ഹാപ്പിനെസ്സിൽ നിന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും തന്നെ പെയിന് താഴത്തേക്ക് ചിലപ്പോൾ ഇത് 10 മണിക്കൂറോ ഒരു 20 മണിക്കൂറോ അല്ലെങ്കിൽ 15 മണിക്കൂറോ ഒക്കെ എടുത്തിട്ടുണ്ടാകും. പിന്നെ നിങ്ങൾ ബേസ് നോർമൽ ലൈനിലേക്ക് വരാൻ. ഒരു ലഹരി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, 1 മാസമായി 2 മാസമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു നോർമൽ ആളുടെ ഇതാണെങ്കിൽ, ലഹരിയൊന്നും ഉപയോഗിക്കാത്ത ആളുടെ ബേസ് ലൈനാണെങ്കിൽ ചിലപ്പോൾ ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ചിലപ്പോൾ ഇതായിരിക്കും ആളുടെ ബേസ് ലൈൻ. ഇവിടെ നിന്നാണ് പിന്നെ ആൾ പിന്നെ ഇത് എടുത്താൽ മാത്രമേ മുകളിലേക്ക് പോകത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഏതൊരു ലഹരിയും ഏതൊരു ഇതും തന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ അതേ അതിൻ്റെ ഡൗൺഫോൾ ഉണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ? ഇത് ഈ ഡൗൺഫോളിനകത്ത് നിങ്ങളാണ് ഫീൽ ചെയ്യുന്നതാണ് ഡിപ്രഷൻ, ആൻസൈറ്റി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്ത് ഫീൽ ചെയ്യും. നിങ്ങൾ എത്രത്തോളം ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ എത്രത്തോളം മുകളിലേക്ക് പോകുന്നുണ്ടോ അത്രത്തോളം തന്നെ നിങ്ങൾക്ക് ഡൗൺഫോളും ഉണ്ടാവും. അത് ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നതനുസരിച്ച് ഈ ഡൗൺഫോൾ കൂടി 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 വരും. ഇപ്പോൾ ലഹരി ഉപയോഗിച്ച് തുടങ്ങി 1 മാസമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ബേസ് ലൈൻ തന്നെ കിട്ടത്തില്ല. നിങ്ങൾക്ക് പിന്നെ ഈ ലഹരി നിർത്തി ഒരു 2-3 മാസമൊക്കെ കഴിയുമ്പോഴാണ് പിന്നെ നിങ്ങൾ മെല്ലെ ഈ ബേസ് ലൈനിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ നിങ്ങൾ ഈ സന്തോഷത്തിന്, ഈ ഹാപ്പിനെസ്സിൻ്റെ പുറകെ പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഹാപ്പിനെസ്സിലേക്കുള്ള ശരിയായ വഴിയല്ല ഈ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് ശരിക്കും എന്നുള്ള ഒരു ഹാപ്പിനെസ് അല്ല, ഇതൊരു ഇല്ലൂഷനാണ്. നിങ്ങൾക്ക് തോന്നിക്കുന്നു, നിങ്ങളത് തോന്നുന്നു ഇതെങ്ങനെയാണ് അതങ്ങനെയാണെന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്നു, അത്ര തന്നെ. അല്ലാതെ അത് അങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഈ കൂട്ടുകാരന്മാർ തമ്മിൽ വഴക്കുണ്ടാകാനും വീട്ടിൽ അമ്മയായിട്ടും അച്ഛനായിട്ടൊക്കെ വഴക്കിടാനും ഇതൊക്കെ കാരണം മെയിനായിട്ട് നിങ്ങളുടെ ഇല്ലൂഷനാണ്. കാരണം ഇപ്പോൾ നോർമൽ ഇതിലായിരിക്കും അമ്മയും അച്ഛനും കൂട്ടുകാരന്മാരും ഒക്കെ ഇരിക്കുക. നിങ്ങൾ ബേസ് ലൈനിലുള്ള ഒരാളുടെ ഇതുമായിട്ട് നിങ്ങളുമായിട്ട് മാച്ച് ആകത്തില്ല. മനസ്സിലാകുന്നുണ്ട്? നിങ്ങളുടെ തോട്ട്സും ഈ ബേസ് ലൈനിലുള്ള ആൾക്കാരുടെ തോട്ട്സും മാച്ച് ആകത്തില്ല. എനിക്ക് എൻ്റെ ചെറുപ്പക്കാരെ കൂട്ടുകാരന്മാരോട് പറയാനുള്ള ഇതാണ്, ഒരിക്കലും ഈ ലഹരിയിലേക്ക് വീഴാതിരിക്കുക.